പത്മ കഫയാണോ ബിന്ദു മേനോൻ കഫയാണോ ഗണേശിനെ പത്തനാപുരത്ത് തോൽപ്പിച്ചതെന്നാണ് ഇപ്പോൾ കേരളം സംസാരിക്കുന്നത്. ഒന്നുകിൽ പത്മ കഫെ അല്ലെങ്കിൽ ബിന്ദു മേനോൻ കഫെ. അറിയാലോ, രണ്ടു വിഷയം അറിയാലോ. പത്മ കഫെ അല്ലെങ്കിൽ എന്താണ് ബിന്ദു മേനോൻ കഫെ? ഇലക്ഷൻ സമയത്തൊക്കെ കിട്ടിയതല്ലേ? അന്ന് ചൂടോടെ കിട്ടിയതല്ലേ? പക്ഷേ അത് തന്നെയാണ്. ഇതിനെല്ലാം സമുദായമായിട്ടാണ് കൂട്ടി യോജിപ്പിക്കുന്നത്. അതാണ് നമ്മുടെ സങ്കടം എന്ന് പറയുന്നത്. തീർച്ചയായും ഇവർക്ക് സമുദായമായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല. ഇതൊക്കെ അവരുടെ വ്യക്തിപരമായ ബിസിനസ് സംരംഭങ്ങൾ മാത്രമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 100 കൊല്ലം മുമ്പ് ഒരു ടീം, ശ്രീ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ഒരു ടീം പടുത്തുയർത്തിയ മഹാപ്രസ്ഥാനമായിരുന്നു NSS. ഇന്ന് അത് ചില തൽപര കക്ഷികളുടെ കയ്യിൽ ചെന്ന് പെട്ടിരിക്കുന്നു. അതിലൊരാളാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ ആ സ്ഥാനം വഹിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് മകനിലേക്ക് ആ സ്ഥാനം വന്ന് ഈ സമുദായത്തിലോ ഈ അടുത്ത കാലത്ത് പത്തനാപുരം താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റ് തന്നെ പറഞ്ഞു, കലയോഗമായിട്ടൊന്നും ഇയാൾക്ക് യാതൊരുവിധ ബന്ധമുള്ളതല്ല, ഇയാളുടെ അച്ഛന്റെ പേരിൽ ഞങ്ങൾ ഇയാളെ സഹിച്ചുകൊണ്ട് പോയതാണ്. അപ്പം അതും രാഷ്ട്രീയവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കുകയാണ്. അപ്പം ഞങ്ങൾ നേരത്തെ പറയാറുണ്ട്, നായർ സമുദായത്തിന് വ്യക്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. അങ്ങനെയാണെങ്കിൽ നായർ സമുദായം ഒറ്റക്കെട്ടായിട്ട് വോട്ട് ചെയ്തിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് പുള്ളി ജയിക്കേണ്ടതാണ്. താലൂക്ക് യൂണിയൻ പ്രസിഡന്റും ഒക്കെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മുമ്പേ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ബിസിനസ് സംരംഭങ്ങളും പ്രാർത്ഥനാ യോഗങ്ങളും ഒക്കെ നടത്തി എല്ലാ മതത്തെയും നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. എന്നാൽ എവിടെ ചെന്നാലും ആ ദൈവം എന്നെ ഈ ദൈവം എന്നെ രക്ഷ എന്നൊക്കെ പറയുന്നത് സാധാരണ ഗതിയിൽ അതിന് ഉളുപ്പെന്ന് പറയുന്ന ഒരു സാധനം വേണം. നമുക്ക് എല്ലാ മതത്തെയും ബഹുമാനിക്കാം, പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് നമ്മുടെ അഭിപ്രായം ഉണ്ടാകണം. അതാണ് ഞങ്ങളുടെ നല്ല നായന്മാരുടെ ലക്ഷണം. അതാണ് സാധാരണ. അല്ലെങ്കിൽ അപ്പോഴപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നത് ഒരു നല്ല നായരുടെ ലക്ഷണമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ചിലർക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടായിരിക്കാം. അങ്ങനെ അവരെ ബഹുഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട ഗതിയില്ലാത്ത നായന്മാരൊന്നും അത് അംഗീകരിക്കുന്നവരല്ല. അത് ഈ തെരഞ്ഞെടുപ്പിൽ അവർ വ്യക്തമായിട്ട് അവരുടെ നിലപാട് എടുക്കുകയും ചെയ്തു. അതനുസരിച്ച്